ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ലാസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കല്യാണത്തിന് പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു കല്യാണം കൂടി വരാനുണ്ട്. അന്ന് കല്യാണത്തിന് പോയ ആളെ അനിയത്തിയുടെ കല്യാണം, നീത്തുമ്മേൻ്റെ കല്യാണം. ഞാൻ നീത്തുമ്മയായിട്ടാണ് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളത്. അവൾ എനിക്കൊരു അനിയത്തിനെ പോലെ തന്നെയാണ്, ഒരു സിസ്റ്റർലി അഫെക്ഷനുള്ള ആളാണ്. അപ്പം അവളെ കല്യാണമാണ് ജൂലൈ 12-ന്. അപ്പം 2-3-4 പരിപാടികളുണ്ട് കേട്ടോ. ഒന്ന് നയൻത്തിന് നമുക്ക് സംഗീതമുണ്ട്, പിന്നെ 10th-ന് ദക്ഷിണ കൊടുക്കുന്ന പരിപാടിയുണ്ട്, പിന്നെ 12th-ന് രാവിലെ കല്യാണം, വൈകുന്നേരം റിസപ്ഷൻ. അങ്ങനെയാണ്. ഇന്നിപ്പം 8th-ആണ്, ജൂലൈ 8th-ആണ്. ആൾക്കാർ വരുന്നത് ഇങ്ങോട്ടാണോ? മറ്റേ ഡെലിവറിന്റെ ആൾക്കാർ വന്നതായിരുന്നു. അപ്പം പറഞ്ഞു വന്നത്, അപ്പൊ ഇന്ന് 8th-ആണ്. അപ്പം അവൾ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് അങ്ങോട്ട് വാറിന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി ഈ കഴിഞ്ഞ വീക്കെൻഡ് പോകണമെന്ന് വിചാരിച്ചിരുന്നു, പിന്നെ മടിയായി പോയില്ല. അപ്പൊ ഞാൻ വേഗം മൺഡേ വിളിച്ചിട്ട് ഞാൻ മൺഡേ വരാമെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് മൺഡേ എറണാകുളമൊക്കെ എന്തൊക്കെയോ ആവശ്യം, കല്യാണത്തിന്റെ തിരക്കുകളൊക്കെ. അപ്പൊ എന്തൊക്കെയോ ആവശ്യത്തിന് പോകാനുള്ളത് കൊണ്ട് അവൾ പറഞ്ഞു വൈകുന്നേരം ആവും വരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്നാ കുഴപ്പമില്ല, നീ ഫ്രീ ആവുമല്ലോ, അപ്പൊ ഞാൻ ട്യൂസ്ഡേ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ വിളിച്ചപ്പം പറഞ്ഞു അവൾക്ക് നെയിൽസും അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട്, അപ്പൊ ചേച്ചി വൈകുന്നേരം വാന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ, ഞാൻ എന്തായാലും വിളിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞ് ചേച്ചി വൈകുന്നേരം വന്നിട്ട് ഇവിടെ നിൽക്കണം, പിന്നെ എൻ്റെ കൂടെ വന്ന് നിന്നിട്ടൊന്നുമില്ലല്ലോ, ഇവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഡാൻസും കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഡാൻസ് കളിക്കണം പറയുമ്പോൾ അവിടെ ഡാൻസ് കളിക്കാനുള്ള ആൾക്കാരെ തട്ടി മുട്ടി നടക്കാൻ വയ്യ. അപ്പൊ ഇങ്ങനെ ഒരു ചടപ്പ്. എന്തായാലും ഇന്നിപ്പോ അങ്ങോട്ട് പോവാണ്. അവൾ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചാൽ ഫോൺ എടുത്തില്ല, അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം വരണം, എൻ്റെ കല്യാണ ബ്ലൗസ് എടുത്തില്ല, ഇപ്പൊ അതെങ്കിലും ചേച്ചീൻ്റെ കൂടെ പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളായിട്ട് കാത്തിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ പീരിയഡ്സും ആയി. അപ്പം എനിക്ക് എന്തായാലും കല്യാണം അമ്പലത്തിലെ കല്യാണം. അപ്പൊ താലികെട്ട് കാണാൻ പറ്റില്ല, അങ്ങനെ സാരില്ല. അപ്പൊ ഞാനും അമ്മിത റെഡിയായി നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കും. അപ്പൊ ആദ്യം പാർലറിൽ പോയിട്ട് എനിക്ക് അമ്മയ്ക്കൊന്ന് ത്രെഡ് ചെയ്യണം. ത്രെഡ് ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകും. തൃപ്പൂണിത്തുറ അവരുടെ വീട്, അവിടെ പോവും. അവിടെ അവളെ ഫ്രണ്ട്സും ആർക്കൊക്കെ ഉണ്ട്. അപ്പം ഡാൻസ് എന്താണെന്ന് അറിയില്ല, പോയി നോക്കട്ടെ. കളിക്കണം അങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ പോയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് കളിക്കണം, അങ്ങനെ വിചാരിക്കണം. എന്തായാലും എന്തൊക്കെയാ പരിപാടി അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പം വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഇതെന്റെ ഏട്ടനാട്ടോ, അമൽ. എനിക്ക് കുറെ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്, അപ്പം പലർക്കും അറിയില്ലായിരിക്കും. അപ്പൊ ഇതിന്റെ ഏട്ടനാണ്. ഏട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഏട്ടൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഹസ്ബൻഡ് അല്ല, എന്റെ ചേട്ടനാണ്, എന്റെ ബ്രദറാണ്, എന്റെ എൽഡർ ബ്രദറാണ്. ഏട്ടന്റെ ഫ്രണ്ടാണ് നമിയും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അവര് സെയിം ഫീൽഡിലുള്ള ആൾക്കാരായതുകൊണ്ട് അവര് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ നമ്മളെ വീടൊക്കെ ആയിട്ട് കണക്ട് ആയി. അങ്ങനെയാണ് നമിയുടെ അനിയത്തിയാണ് നീത്തുമ്മ. ഇവര് വീട്ടിലൊക്കെ പണ്ട് വരാൻ തുടങ്ങി. അമ്മയും അച്ഛനായിട്ടും ഭയങ്കര ക്ലോസ് ആയി. എന്നായിട്ട് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. അതെന്താന്ന് എനിക്കറിയില്ല. പൊതുവെ പെൺകുട്ടികള് ഞാൻ സമയം എടുക്കും ക്ലോസ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വീടിന് പുറത്താണെങ്കിലും ഒക്കെ ഞാൻ ഭയങ്കര കമ്പനി ആയിരിക്കും, കുറെ സംസാരിക്കും, എല്ലാവർക്കും എന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. പക്ഷെ എന്റെ വീട്ടിലേക്ക്, നമ്മൾ ടെറിട്ടറി സീൻ എന്ന് പറയില്ലേ, വീട്ടിലേക്ക് വരുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞിട്ട് മതി വേറെ ആരും എന്നുള്ള സീനാണ് എന്റെ ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കുറച്ച് സമയം എടുത്തു ഇവരൊക്കെ ആയിട്ടൊന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട്. നീത്തുമ്മയായിട്ടാണെങ്കിലും നമ്മൾ ഒരുമിച്ചൊരു സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ക്ലോസ് ആവുന്നത്. നീത്തുമ്മിൻ ഞാനും ക്ലോസ് ആയപ്പം ഭയങ്കര ക്ലോസ് ആയി. എനിക്കിങ്ങനെ എന്റെ സ്വന്തം അനിയത്തിനെ പോലെ തന്നെ, അവക്കാണെങ്കിൽ ഞാൻ ചേച്ചി പോലെ തന്നെ, അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു ബന്ധമായി മാറിയത്. പൊതുവെ എന്നെക്കാളും ചെറിയ ആൾക്കാരെ ഞാൻ എന്റെ മക്കളെ പോലെ നോക്കി. എനിക്കറിയില്ല, എന്നിലും അമ്മ പെട്ടെന്ന് ഉണരും. അപ്പൊ ഞാൻ ഒരു അമ്മ എങ്ങനെയാ മക്കളെ നോക്കുക, അതേപോലെയാ നോക്കുക. പിന്നെ ഞാനും അവളും തമ്മിൽ ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഏകദേശം ഞങ്ങൾ ഒരേപോലത്തെ ആൾക്കാരാ. അവളും ഇച്ചിരി കുശുമ്പും പൊസസീവ് ഒക്കെ ആയിട്ടുള്ള ആൾ തന്നെയാണ്. അതേപോലെ ഇപ്പൊ എന്തെങ്കിലും ആരെങ്കിലും ഇഷ്ടമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടമില്ലാത്തതൊക്കെ കാണുകയാണെങ്കിലൊക്കെ അതങ്ങനെ തന്നെ മുഖത്ത് കാണിക്കും. ഐ മീൻ, ഹൈഡ് ചെയ്യാൻ പറ്റില്ല, ഉള്ളിലുള്ളത് പുറത്ത് വരും. ഞാനും അങ്ങനത്തെ ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങള്. ബേസിക്കലി ഞങ്ങൾ കുശുംബികളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ, ഇവര് അമ്മയും അച്ഛനായിട്ട് എങ്ങനെയാ ക്ലോസ് ആയത്, ആ ഒരു മൊമെന്റിനെ പറ്റി എനിക്കറിയില്ല. എങ്ങനെയോ നമ്മി ഇവിടെ വീട്ടിൽ വന്ന് തുടങ്ങി. പിന്നെ അവള് നീത്തുമ്മേനെയൊക്കെ കൊണ്ട് ഇവിടെ വന്ന് അങ്ങനെ. പക്ഷെ ഇവരിവിടെ വീട്ടിൽ വരുമ്പം ഞാൻ എപ്പോഴും മുകളിൽ തന്നെ ആയിരിക്കും, ഇവര് അമ്മയും അച്ഛനെയും കൂടെ താഴെ ആയിരിക്കും. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഹലോ ഹായ് എന്ന് പറയല്ലാതെ അവിടെ കൂടെ ഇരുന്ന് സംസാരിക്കാനൊന്നും നിൽക്കാറുണ്ടായിരുന്നില്ല ആദ്യം കേട്ടോ. ഇപ്പൊ നിൽക്കും കേട്ടോ.
അതുകൊണ്ട് തന്നെ അമ്മ അച്ഛനായിട്ട് ഇവർ എങ്ങനെ ക്ലോസ് ആയി അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇനി എപ്പോഴെങ്കിലും ഞാൻ ചോദിക്കാട്ടെ അവരോട് എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ ഞാൻ ഇവളായിട്ട് ഇങ്ങനെ ഒരു ക്ലോസ് ആയി വന്ന സമയം തൊട്ടേ അച്ഛനെ പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നീത്തുമ്മ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അവരൊരു 9 വർഷത്തെ പ്രണയമാണ്. അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്നത് ഇപ്പോഴാ ഇവളെ ഏട്ടന്റെ കല്യാണത്തിന്, നന്ദുവിന്റെ കല്യാണത്തിന്, നമ്മൾ അന്ന് ലാസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തില്ലേ കല്യാണത്തിന്റെ, അവന്റെ കല്യാണത്തിനാണ് ഞാൻ അച്ഛനെ നേരിട്ട് കാണുന്നത്. സംസാരിച്ചിട്ടില്ല, ദൂരേന്ന് ഹായ് ഹായ് പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ജോലിക്കുള്ള സമയത്ത് വളരെ കുറച്ച് കളികളാണ് ആ ജോലിയിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഉണ്ടായിരുന്ന കുറച്ച് സമയങ്ങളിലാണ് ഞങ്ങൾ ഭയങ്കര അടുപ്പത്തിലാവുന്നത്. അപ്പൊ ആ സമയം കൊണ്ട് തന്നെ എന്റെ എല്ലാ കഥകളും അവളടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവളെ ഓൾമോസ്റ്റ് എല്ലാ കഥകളും എനിക്കും അറിയായിരുന്നു. എന്തായാലും നീത്തുമ്മേന്റെ കല്യാണമായി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ ഏട്ടൻ സാരി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ബ്ലൗസ് നോർമലി കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പുറത്ത് കൊടുക്കാറാണ്. സാരി ഉടുക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് ഏട്ടൻ തന്നെയാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരാറ്. ഇപ്പം കുറച്ച് കാലമായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത തരാതെ ആയത്. പിന്നെ ഇപ്രാവശ്യം ഏട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തരാൻ പോകും. അപ്പൊ അതിന്റെ മെഷർമെന്റ്സ് ഒക്കെ എടുക്കായിരുന്നു. കുറെ കാലത്തിന് ശേഷം ചെയ്യുന്നത് കൊണ്ടും ഞാനിപ്പോ ഇച്ചിരി തടിച്ചതുകൊണ്ടും മെഷർമെന്റ് എടുക്കണം. അല്ലെങ്കിൽ ഏട്ടൻ അറിയാം എനിക്ക് എങ്ങനെയാ എന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ. ഞാൻ എപ്പോഴും ഈ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം ഏട്ടനെ പറ്റി പറയുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഏട്ടൻ ചെയ്യുന്ന കാണിക്കുമ്പോഴും ഏട്ടൻ പറയും ഈ എന്നെ ഒരു ടൈലർ ആക്കോ ചോദിക്കുന്നത്. എന്റെ ഏട്ടൻ ടൈലർ അല്ല കേട്ടോ, പക്ഷെ ഏട്ടനെ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ പണ്ടൊക്കെ കുറെ ഒറ്റയിരിപ്പിന് കുറെ സ്റ്റിച്ച് ചെയ്യായിരുന്നു. പിന്നെ അത് ഏട്ടന് മടുത്തും തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ടാട്ടോ. എൻ്റെ ഔട്ട്ഫിറ്റ് അല്ല, ഞാൻ ഇട്ട ഔട്ട്ഫിറ്റ് ഇത് അമ്മേൻ്റെ ഡ്രസ്സാണ്. ഞാൻ കഴിഞ്ഞ ഓണം വിഷു എന്തിനും വാങ്ങിച്ചു കൊടുത്തേ. നമ്മൾ ഒരു പ്രാവശ്യം തൊട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ അതാക്കിട്ടില്ല. അപ്പം ഫുൾ കാണിച്ചിട്ടാട്ടോ. ഏട്ടൻ ആ മെഷർമെന്റ് ഒക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഇറങ്ങി. എനിക്കും അമ്മയ്ക്കും ത്രെഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ത്രെഡ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു നീത്തുമ്മേന്റെ വീട്ടില്. ഞങ്ങള് സ്ഥിരമായിട്ട് ഇവിടുന്ന് ചെയ്യാം. പാലച്ചുവട് ഒരു പാർലർ ഉണ്ട്, ഒരു കുട്ടി പാർലർ. ഇവിടുന്ന് ത്രെഡ് ചെയ്യാം. കൊച്ചി വന്ന കാലം തൊട്ടേ. നമ്മൾ പോയപ്പോ അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ അവര് ത്രെഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അനു നാട്ടോ അവരെ പേര്. ഞങ്ങൾ ഭയങ്കര ക്ലോസ്, ഇത്രയും വർഷമായിട്ടുള്ള ഒരു പരിചയമല്ലേ. പക്ഷെ ത്രെഡ് ചെയ്യാൻ മാത്രമേ പോവാറുള്ളൂ ഞാനും അമ്മയും അവിടെ. കാണിക്കാനാ കല്യാണ വീട്ടിലെത്തി. ഇവിടെ പന്തലൊക്കെ ഇട്ടുണ്ട്, പക്ഷെ ആരും ഇവിടെ കാണുന്നില്ല. 2 ദിവസമായിട്ട് സ്റ്റോറിയിൽ കുറെ ആൾക്കാരെ കാണുന്നുണ്ടായിരുന്നു. ഓടി രക്ഷപ്പെടാൻ നോക്കാൻ തോന്നുന്നു. മനസ്സിലായി ആരില്ല ഇവിടെ. കുറച്ചേരാ മുടിയൊക്കെ കെട്ടിണ്ടല്ലോ, മുടിയൊക്കെ കെട്ടിണ്ടല്ലോ, മുടി കെട്ടിണ്ടല്ലോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഫുൾ ആൾക്കാർ ഇരിക്കുന്നു. ഉണ്ടോ? എൽസ എവിടെ? അവര് വന്നില്ല. അവിടെ ഇല്ല, അവിടെ നോക്കിയിട്ടുണ്ട്. യാരു, എൽസമ്മ, എൽസ വന്നില്ലടി, നിന്നെ പറ്റിക്കില്ല. യൂട്യൂബ് എവിടെ? യൂട്യൂബ് സ്പേസ് അല്ല, നിങ്ങൾ പാട്ട് കളിച്ചാൽ പാട്ടിട്ടല്ല തന്നെ കളിക്കും. പോണേ. കല്യാണപ്പെണ്ണ് ബ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മി വേറെ എന്താ ആവശ്യത്തിന് പോയി. അപ്പം പിള്ളേര് മാത്രം ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി. എനിക്ക് നാണാണ്, എനിക്ക് ഇവരൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ദിവസം നിന്നത്. ഞാൻ അവിടെ എത്തി 5 മിനിറ്റ് തന്നെ ഇവരൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുക. ഇവരിങ്ങനെ എന്നെ പഠിപ്പിക്കുക. 5ഓ 6ഓ പാട്ടൊക്കെ. ഇത് നാളെ വൈകുന്നേരത്തേക്ക് പഠിച്ച് കളിക്കണം. അമ്മേ, ഞാൻ തെറ്റിക്കാത്തൊരു സ്റ്റേജ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും നോക്കാം. നീത്തുമ്മ കാന്താരി ഞാൻ ഡാൻസ് ഒക്കെ കളിച്ചില്ലെങ്കിൽ ഓള് വൻ സീനാക്കും. ഓളെല്ലാവർക്കും പേടിയാ. ഇതിന് ഇപ്പൊ സ്റ്റേജ് കാലിയാണ്. ഈ ഡേസിങ്ങൾ വരുമ്പോഴത്തേക്ക് എല്ലാരും തിരി ഇതാ സ്റ്റേജിക്ക്
ഇങ്ങനെ വേണം തിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കാവുള്ളൂ. സ്റ്റേജിലേക്ക് ഒന്നും നോക്കില്ല. ഇങ്ങനെ വന്ന് നിന്നിട്ട് അവിടെ നിന്ന് കുറച്ചേരം ഇങ്ങനെ ബീറ്റ് പിടിച്ചു. ഇതാണ് ഡാൻസ് മാസ്റ്റർ, നടുവിൽ നിൽക്കുന്ന നിമിഷ. ഇവരെല്ലാരും കൂടിയാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ചു തന്നത്. ഈ 6 പാട്ടെന്ന് കേട്ടപ്പോ എനിക്ക് ടെൻഷനായിട്ട് എങ്ങനെ എല്ലാം കൂടി ഞാൻ വൈകുന്നേരത്തേക്ക് പഠിക്കുന്നുള്ള സീനിൽ എനിക്ക് ഭയങ്കര പേടി. മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്ത് കളിക്കാലോ, സ്റ്റെപ്പ് ഇങ്ങനെ ഓർത്ത് കളിക്കണ്ടല്ലോ. എനിക്ക് പിന്നെ ആകെ മറ്റേ വെഗിളിക്കളി, എങ്ങനെയെങ്കിലും പഠിക്കും വേണം, അതിൻ്റെ ഇടയ്ക്ക് വേറെ 100 കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഡ്രസ്സ് എടുക്കണം, ബ്ലൗസ് ആക്കണം, അതിൻ്റെ ഇടയ്ക്ക് വ്ളോഗ് എഡിറ്റ് ചെയ്യണം, എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു. ഇവളെ കല്യാണം പ്രമാണിച്ച് ഞാൻ ഇത് മുന്നേ എൻ്റെ കുറെ വീഡിയോസൊക്കെ 1 വീക്കിലേക്കുള്ള എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന്, റീലും ഷോർട്സും വ്ളോഗ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഞാൻ പോയത്. എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും മുടക്കം വരരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തെല്ലാം സ്കെഡ്യൂൾ ചെയ്തിട്ടാണ് പോയത്. ഇത് കോപ്പിറൈറ്റ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ പാട്ടെല്ലാം മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏകദേശം പാട്ട് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഹുക്ക് സ്റ്റെപ്സ് കളിക്കും, അപ്പൊ ചിലപ്പോ മനസ്സിലാവർക്ക് ഏതാ പാട്ട് എന്ന്. ഈ ആരും അറ്റൻഷൻ കിട്ടാനായിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ കുട്ടിക്ക് ഡാൻസ് കളിക്കാൻ കൂട്ടായിട്ട് അവൾ ഇങ്ങനെ ആകെ ബ്ലിങ്കസി ആയിട്ട് നടുവിലിരിക്കുന്നത്. ഇത്ര ഷോട്ട് മതി, ബാക്കി ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. കല്യാണ പെണ്ണിനെ കാണിക്കട്ടെ. ഞാൻ ഒരു പാട്ട് കളിച്ചു കഴിഞ്ഞിട്ടാ, പഠിച്ചു കഴിഞ്ഞു. കിട്ടിയ അതിന് മുന്നേ നീ പോയല്ലേ? അല്ല, നീ വേറെ ആവശ്യത്തിന് പോയപ്പോ കേറി. ഞാൻ രാവിലെ തന്നെ പീരിയഡ്സ് ആയി. ഓക്കെ, പാടിയ മതി, കോപ്പിറൈറ്റ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന നമി. എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ട്, അപ്പൊ എനിക്കത് കോപ്പിറൈറ്റ് വരും. അതാ ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്ത്. നമി യാരൂന് ഇടാനുള്ള ഡ്രസ്സ് എല്ലാം കാണിക്കായിരുന്നു. അവക്ക് മറ്റേ സംഗീതത്തിന്, അതുപോലെ ഇതിനാ മറ്റേ ദക്ഷിണ, പിന്നെന്താ കല്യാണത്തിന്, പിന്നെ റിസപ്ഷനിലെ ഡ്രസ്സ് ഇപ്പം കാണിക്കൂ കേട്ടോ. ഇതെല്ലാം കാണിച്ചു തരായിരുന്നു നമുക്ക്, ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇല്ലാത്തതിനെ കൊണ്ട്. അവൾ തന്നെ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. കണ്ടോ എന്ത് രസമല്ലേ ഡ്രസ്സുകളൊക്കെ കാണാൻ. ഞാൻ അങ്ങനെ പറയുന്നു, ഓ യാരും എന്നെ സ്റ്റാർ, നമ്മൾ എത്ര ഒരുങ്ങി കെട്ടിയിട്ട് ഒരു കാര്യമില്ലാന്ന്. അടിപൊളിയായിട്ടുണ്ട് എല്ലാം, ഭയങ്കര രസമായിരുന്നു കാണാന്. ഞാൻ നമ്മിയായിട്ട് പരിചയം ഉണ്ടെങ്കിലും ഞാൻ ഈ കല്യാണമൊക്കെ സംബന്ധിച്ചായിട്ട് അവളെയായിട്ട് കുറച്ചുകൂടെ അടുക്കുന്നത്. അവളെ പറ്റി പറയുകയാണെങ്കിൽ ഈ കല്യാണം മൊത്തം പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്ന അവളാണ്. എന്താ പറയാ, ഒരു അനിയത്തിനെ പോലെ, എനിക്കറിയില്ല, മോളെ പോലെ, എനിക്കറിയില്ല അവൾ എങ്ങനെയാ ഇവരൊക്കെ നോക്കുന്നത്. നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞ മാസം, അവൾ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതും ഇവളൊക്കെ തന്നെയാണ് നടത്തിയത്. അതാ ഈ മാസത്തെ അപ്പൊ നീത്തുമ്മേന്റെ കല്യാണം, അതും അവളാ നടത്തുന്നത്. എനിക്കറിയില്ല എങ്ങനെ സാധിക്കുന്നൊന്നും. ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കൊണ്ട് എൻ്റെ ഏട്ടൻ എന്നോട് ഒരു വിലയും ഇല്ലാത്തത്. ഞാനിങ്ങനെ മാളുവിന്റെ അടുത്ത് പറയുന്നു, നമ്മൾ എന്ത് ചെയ്തിട്ടൊരു വില ഇല്ലാത്ത നമ്മയൊക്കെ കണ്ടോ. അവൾ അങ്ങനെ കാര്യങ്ങൾ ചെയ്യും. ഇതിങ്ങനെ കടമ പോലെ ചെയ്യുക അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ചെയ്യണല്ലോ വിചാരിച്ച് ചെയ്യുന്നതല്ല കേട്ടോ. അവള് ഭയങ്കര ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ഭയങ്കര ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. അത് ഫോമോ അടിക്കുന്ന കുട്ടിക്ക് അവളെ എന്നെ കൂട്ടുന്നില്ല. എന്നോട് കുറെ പ്രാവശ്യം എടുത്ത് കളിക്കാൻ പറഞ്ഞു. അതിനുള്ള ഹമ്പിയർ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് എന്താ യാരോ എന്താ 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 എന്തമ്മാ ഞാനില്ല പോവാ. ശുണ്ടി കാണിച്ചു, ശുണ്ടി കാണിച്ചത് വെള്ളപ്പേപ്പറിൽ എങ്ങനെ എഴുതും? ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചക്കപ്പൊടി എന്താ? ഞാനിവിടെ വന്ന് കണ്ടപ്പം വീണ്ടും ഞെട്ടി. ഇത്രയും കാര്യങ്ങൾ അവൾ ഓടി നടന്ന് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആ ഡാൻസ് പെർഫോമൻസും എല്ലാ ഡാൻസും അവള് പഠിക്കുകയും ചെയ്തു. ഞാൻ സമ്മതിച്ചു അവളെ. മതി മന്തി എന്നൊക്കെ അറ്റൻഷൻ കിട്ടാൻ മന്തികത്ത് കാണിച്ച് മൂഡൊക്കെ ആൾക്കാരെ. ഓ ചിക്കൻ
എല്ലാവർക്കും ഇച്ചിരി വിളമ്പെന്നുള്ള എല്ലാവരും പിന്നെ വേണ്ട പോലെ എടുത്തോട്ടോ. കഷ്ടപ്പെട്ട് രാവിലത്തെ ഉണ്ടാക്കിയതാണ്. ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല. ജോലിയൊന്നും ശരിയില്ല എല്ലാരും എടുക്ക്. ഒരു കല്യാണ സോറ വരുന്നുണ്ട്. മെയിനോടെ ഞങ്ങളുടെ കുട്ടികള് തെണ്ട് കടന്ന് തിന്നാം. വന്ന് എടുത്തുണ്ടായി വെക്കാൻ സ്ഥലം ഉണ്ടാവുള്ളൂ. അല്ല എനിക്ക് കഴിയുമ്പോൾ എക്സ്ട്രാ അൽഫാം കൂടെ വാങ്ങുന്നു. പക്ഷെ അവിടെ ഇല്ലാത്ത ഞങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ട് ഒരു കട അടച്ച് കുട്ടി വന്നു. ഇങ്ങനെയല്ല ചെറിയ മിസ്റ്റം. ഓക്കെ കൈ ഇതായതുകൊണ്ടല്ലേ മിച്ചിത്തരം. ഞാൻ നെയ്ത്തുമ്മയ്ക്ക് ചിക്കൻ പിച്ചി ഇട്ട് കൊടുക്കാട്ടോ. ഞാൻ വിചാരിച്ച അവക്ക് അതിലേക്ക് ചുമ്മാ ഇട്ട് കൊടുക്കാൻ. അവള് നെയില് ചെയ്തതുകൊണ്ടേ അവൾ സ്പൂൺ വെച്ചാ കഴിക്കുന്നത്. അത് അങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുന്നത് ചെറുതാക്കിയിട്ട്. ഇവിടെ കല്യാണ വീട്ടില് ഒരാഴ്ച മുന്നേ ഇവരൊക്കെ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് ഡാൻസ് പഠിക്കലും ബഹളവും പരിപാടികളൊക്കെ തന്നെയാണ്. അപ്പൊ ഇന്ന് അവർ ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് ഭക്ഷണം ഓർഡർ ചെയ്തത്. മന്തി, നല്ല മന്തി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും അമ്മയും മന്തി ഫാനാന്ന് അറിയാലോ. ഞങ്ങള് നല്ല കുമുക്കുമാ തട്ടി കേറ്റിയിട്ടുണ്ട്. നേരത്തെ തന്ന പീസ പിച്ചുന്ന കാണുമ്പോ നമുക്ക് തോന്നിയാ അതോടെ മതി. ആ തിന്നോ. ഞാൻ എപ്പോഴും കഴിക്കുമ്പോൾ ഭയങ്കര വലിയ ഉരുളയായിട്ട് വലിയ വായിലായിട്ടോ കഴിക്കുക. കുറെ ആൾക്കാർക്ക് ഞാൻ അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല, കുറെ ആൾക്കാർക്ക് ഞാൻ അങ്ങനെ കഴിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ കഴിച്ചാലേ ഒരു സംതൃപ്തി ഉള്ളു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിക്കുക. അതെപ്പോഴും വീട്ടിൽ പറയും ചെയ്യും. ഇപ്പൊ ഞാൻ വീട്ടിലെല്ലാരും കൂടി കഴിക്കാനിരിക്കുമ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഞാൻ വന്ന് ചെയറിലിരിക്കുക കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ആദ്യം കഴിക്കാനിരുന്ന ആളെക്കാളും പെട്ടെന്ന് ഞാനാ കഴിക്കുക. എനിക്കൊരു 2-3 ഉരുളയിൽ എന്റെ വയറ് നിറയല്ലോ. അത് വലിയ ഉരുള വലിയ വയലിൽ ഞാൻ കുറെ ഭക്ഷണം കഴിക്കും. ആൾക്കാരായിരിക്കും ഓള് കുറച്ചെടുത്ത് പെട്ടെന്ന് തിന്നു കഴിഞ്ഞല്ലോ എന്ന്. അല്ല, ഞാൻ കുറെ കഴിക്കുന്നുണ്ട്. വലിയ വയല് കഴിക്കുന്നത് കൊണ്ട് അറിയാനിട്ടാ. നീത്തുമ്മയ്ക്കൊരു ജ്വല്ലറി ബ്രാൻഡ് ഉണ്ട് കേട്ടോ, ആഭരണം എന്ന് പറഞ്ഞിട്ട് റെന്റിനൊക്കെ കൊടുക്കുന്ന, വെഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ജ്വല്ലറീസ് ഉണ്ട്. അപ്പം ഇവര് കല്യാണത്തിന് വേണ്ടിയിട്ട് നീത്തുമ്മേന്റെ അടുത്തുള്ള ജ്വല്ലറീസ് ഒക്കെ നോക്കി അവര് ഡ്രസ്സിന് മാച്ച് ആയത് നോക്കി എടുത്തോണ്ടിരിക്കുകയായിരുന്നു അവിടെ. ഞാനിങ്ങനെ ഫോണായിട്ട് വന്നപ്പോ നീത്തുമ്മ പറയത് ഇങ്ങനത്തെ ഈ കല്യാണം ഇങ്ങനെ ഇരുന്നിട്ടുള്ള പരിപാടിയൊക്കെ പണ്ടല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാലോ എന്നൊക്കെ. ഓ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് തന്നെ വന്ന് ഞാനും അമ്മയും. ആ സമയം കൊണ്ട് ഏട്ടൻ അതാ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഇട്ട് നോക്കണം. കുറെ കാലത്തിന് ശേഷം ഏട്ടൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഏട്ടന് അതിൻ്റെതായ കുറച്ചൊരു, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന മെഷീൻ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി സമയവും എടുത്തു. കുറച്ച് കാലം ചെയ്യുന്നതിന്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. പക്ഷെ ഇതാ നോക്കുക, നന്നായി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഇട്ട് നോക്കുമായിരുന്നു കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ. ആക്ച്വലി ഇത് ആ സാരിയിലുള്ള ബ്ലൗസ് പീസ് അല്ല കേട്ടോ. ഇത് സാരിന്ന് കട്ട് ചെയ്തിട്ട് ബ്ലൗസ് പീസ് പിന്നെ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചു സാരി തന്നെ. സെയിം സാരി പോലെ തന്നെ ആ ബ്ലൗസും നമ്മൾ ചെയ്തത്. അതിന് സാരിന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ട്. ഏട്ടന്റെ സ്വഭാവം കുറച്ചു ദിവസമായിട്ട് അത്ര വലിയ ശരി ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ അവരോട് പറയുന്നു, ഏട്ടൻ ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഫുട്ബോൾ കാണുന്നു, ഉറക്കൊക്കെ ഒഴിഞ്ഞും പിന്നെ ഉറങ്ങി തീർക്കുന്നുണ്ട് എന്നൊക്കെയാ പറയുന്നത്. എന്നാലും ഒരു മൂശയേട്ട സ്വഭാവം. അപ്പം പറയുന്ന മോനെ ഉറങ്ങാനായിട്ട് പ്രാന്തായിട്ട് തോന്നുന്നു. ഞാൻ അങ്ങനെ നിന്ന് അടിയായി പോയി. കല്യാണ പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ മര്യാദയ്ക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ പിന്നെ വേഗം അങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. ഫുൾ ലുക്ക് എന്തായാലും കല്യാണത്തിന്റെ വ്ളോഗിൽ കാണാട്ടോ. നമ്മൾ ചെറിയൊരു പർച്ചേസിനൊക്കെ പോയതായിരുന്നു. റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് സെറ്റ് ആയിട്ടുണ്ടായില്ല. അപ്പൊ അതൊക്കെ നോക്കാൻ വേണ്ടി പോയി. പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഏട്ടന് സംഗീത്, കല്യാണം, റിസപ്ഷനുള്ള ഡ്രസ്സ് വേണമായിരുന്നു. ഏട്ടന് 3 കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പം നാളെ സംഗീതാണ്. അപ്പൊ കഴിഞ്ഞ് മറ്റന്നാൾ ഒരു ദിവസം ഫ്രീ ഉണ്ട്. അപ്പൊ അന്ന് കിട്ടുമോ നോക്കണം. പിന്നെ ഇതാ അമ്മയും ഞാനും വീണ്ടും നീത്തുവിൻ്റെ അവിടെ പോയി. ഡാൻസ് ഒന്നും മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് ഡാൻസ് പഠിക്കാം, ഒന്നും സെറ്റാക്കണം. നാളെ കളിക്കുന്നത്. അപ്പം അങ്ങോട്ട് പോയിട്ട് ഞാൻ അവിടെ നിന്ന് ക്ലിപ്പൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റിയില്ലെങ്കിൽ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പം അങ്ങോട്ട് പോട്ടെ. ഇപ്പോൾ സമയം എത്രയായി? 8:30 രാത്രി 8:30. ഇനി പോയി അവിടെ പോയി കുറച്ച് പഠിച്ച് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് വരണമെന്ന് വിചാരിക്കുന്നു. പെണ്ണ് പോയാൽ
ഞങ്ങളിത് കല്യാണ എത്തിയപ്പം നീത്തുമ്മേന്റെ അച്ചുവിന്റെയും ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെല്ലാരും ഫ്രണ്ട്സും കോമൺ ഫ്രണ്ട്സ് ആണ്. അപ്പം അച്ചുവിന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് പിന്നെ വന്ന പാടന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്നു, കഴിച്ചിട്ട് ഡാൻസ് ചെയ്യാന്ന്. അപ്പൊ ഞാൻ ഉച്ചത്തെ മന്തി റൈസാ കഴിച്ചത്, പിള്ളേരൊക്കെ ഇതാ ചപ്പാത്തി ചിക്കനൊക്കെയാണ്. ഭക്ഷണം കഴിച്ച് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിന്നു. ഭയങ്കര പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു വെച്ചു, എല്ലാ പാട്ടിന്റെയും പഠിച്ചു വെച്ചു. ഇനി ഒരു 3-4 പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്താൽ തെറ്റിക്കാണ്ട് കളിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് ഞാനും അമ്മയും പിന്നെ വീട്ടിൽ പോയത്. ഒരു 12 മണിയൊക്കെ ആയപ്പോ ഞങ്ങൾ ഇറങ്ങി. ഇച്ചിരി ദൂരമുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന്, കാക്കനാട് നിന്ന് തൃപ്പൂണിത്തുറ ഇവരത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം, ഉദയക്കാവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്താണ്. അങ്ങനെ കുറച്ചു നേരം ഒരു 3-4 പ്രാവശ്യം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞാനും അമ്മയും സ്കൂട്ടറിലാണ് വന്നിട്ടുണ്ടായത്. പിന്നെ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് നമ്മള് അവിടെ നിന്ന് ഇറങ്ങി കറക്റ്റ് വീട്ടിലെത്തി. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്താണ് മഴയൊക്കെ പെയ്തത്. അപ്പൊ അത്രേ ഉള്ളൂ. ശരി, അടുത്ത വ്ളോഗിൽ കാണാം. അടുത്ത വ്ളോഗ് സംഗീതിന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ആട്ടോ. അപ്പം ബൈ.